വിവാദങ്ങൾക്കിടെ തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് ധനമന്ത്രി മരിയ വിൽസൺ ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിയമസഭയിൽ DMK പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകൾ കിട്ടിയെങ്കിലും പ്രതിപക്ഷം ബജറ്റ് അവതരണത്തോട് സഹകരിക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ജീന മട്ടന്നൂർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജീന, ബജറ്റ് അവതരണം പുരോഗമിക്കുകയാണോ? തീർച്ചയായും സമാധാനപരമായി ബജറ്റ് അവതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിന്റെ ദ്വയാർത്ഥ പ്രയോഗവും പിന്നീടുണ്ടായ കേസും അറസ്റ്റും തുടങ്ങി രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടെയാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം DMK പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം. രാവിലെ 11 മണിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം രാത്രി 11:30ക്കാണ് അദ്ദേഹം ചെന്നൈ വിമാനത്താവളത്തിൽ എത്തുന്നത്. അദ്ദേഹത്തെ വിട്ടയക്കുന്നതുവരെ പോലീസ് സ്റ്റേഷന് മുന്നിലടക്കം പ്രതിഷേധമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം വലിയ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അദ്ദേഹത്തെ പ്രവർത്തകർ വരവേറ്റത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യ ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷുബ്ധമാകും സഭ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകളും ലഭിച്ചിരുന്നു. പക്ഷേ രാവിലെ ഉദയനിധി സ്റ്റാലിൻ സഭയിലേക്ക് വരുമ്പോൾ തന്നെ രാവിലെ 9 മണിയോടുകൂടി തന്നെ അവിടെ DMK MLA-മാരും പ്രവർത്തകരും എത്തിയിരുന്നു. സഭാ കവാടത്തിൽ ആവേശകരമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതുവരെ സമാധാനപരമായി ബജറ്റ് അവതരണം പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേ നമുക്ക് കണ്ടറിയാം. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റാണ്. ഒരു ജനപ്രിയ ബജറ്റ് ആകുമെന്ന തരത്തിലുള്ള പ്രതീക്ഷകളാണ് അവിടുത്തെ ജനങ്ങൾ വെച്ച് പുലർത്തുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. പ്രധാനമായും AC ബസ്സുകളടക്കം സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നുള്ള പ്രധാന വാഗ്ദാനങ്ങൾ TVKയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ 200 രൂപയ്ക്ക് വൈദ്യുതി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന ധനസഹായം അത് 1000 രൂപയാണ്. അത് 2500 രൂപയാക്കും. തുടങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രഖ്യാപനമായിരിക്കും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാവുക, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുമോ എന്നതും നോക്കി കാണേണ്ടതാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ മാത്രമാണ്, അല്ലാതെ താൻ ഒരു തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗവും നടത്തിയിട്ടില്ല. ഒരൊറ്റ അർത്ഥം മാത്രമേ താൻ നടത്തിയ പ്രയോഗത്തിനുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചത്. ഇന്ന് സഭയിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചത്. പക്ഷേ ഇപ്പോഴൊന്നും പറയാനില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഇപ്പോൾ DMK പറയുന്നത്. അതോടൊപ്പം തന്നെ മാപ്പ് പറയുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് TVKയും ഇപ്പോൾ ഉള്ളത്. ശരി.